Voice of Marketing, in touch with positive people. പവർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ 29ാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. ഇന്നത്തെ പവർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടറിൽ ഇന്റേണൽ പോളിസികളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. സാധാരണഗതിയിൽ ചില എക്സിക്യൂട്ടീവ്സിന് മടിയുള്ള ഒരു കാര്യം കൂടിയാണ്. എന്താന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ ആഴ്ച ആ ഷോപ്പിൽ പോയതാണ്, അവിടെ നിന്ന് അവർ ഓർഡർ തരുന്നില്ല, ഈ ആഴ്ചയും ഓർഡർ ഉണ്ടാവില്ല. ഒരു കാര്യം ചെയ്തേക്കാം, ഒന്ന് കോൾ ചെയ്തേക്കാം. ആ സാർ ഓർഡർ ഉണ്ടോ? ഇല്ല, അടുത്ത ഷോപ്പിലേക്ക് പോവാം. ഈ ഒരു സംവിധാനം ഒരു കാരണവശാലും ഒരു എക്സിക്യൂട്ടീവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ല. പോകുന്ന വഴിയാണെങ്കിൽ ഒന്ന് കയറുക, ഒന്ന് ദർശനം കൊടുക്കുക. ഫേസ് നമ്മൾ വിചാരിക്കും ഇതിലൊന്നും ഒരു കാര്യമില്ലെന്ന്, പക്ഷെ വളരെ കാര്യങ്ങളുണ്ട്. വരുമ്പോൾ ഒരു ഫേസ്, ഹലോ സാർ സുഖമാണോ എന്ന് നോക്കി ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്ത് ഒന്ന് പുഞ്ചിരിക്കുക. സാർ ഓർഡർ ഉണ്ടോ? അയാൾ ഓർഡർ ഇല്ല എന്ന് പറയുമ്പോൾ ഇറങ്ങി നടക്കുമ്പോൾ ആ റീറ്റെയിലറുടെ മനസ്സിൽ ആ പയ്യൻ അല്ലെങ്കിൽ ആ കമ്പനിയിലെ എക്സിക്യൂട്ടീവ് എൻ്റെ അടുത്ത് വന്ന് ഓർഡർ ചോദിച്ചു, എനിക്ക് ഓർഡർ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. കൊടുക്കാൻ സാധിക്കാതിരുന്നത് ഇവിടെ ആ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്, ഇനി എടുത്തു വയ്ക്കാനുള്ള ഒരു അവസ്ഥ ഇല്ല. ഇനി വച്ചാൽ തന്നെ അത് എങ്ങനെ വിറ്റ് പോകും? കസ്റ്റമർ വരുന്നില്ല വാങ്ങിക്കാൻ, പിന്നെ എങ്ങനെ അത് കൊടുക്കും? ഈ ഒരു ചിന്തയൊക്കെ വരും. ഇനി എങ്ങനെ അത് വിൽക്കണം? ഈ ഒരു ചിന്തയും വരും. ആ സമയം ആ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടർ അങ്ങോട്ട് കയറി വരുന്നില്ലെങ്കിൽ, ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് വരുന്നില്ലെങ്കിൽ, അയാളെ കണ്ടിട്ട് കുറച്ച് കാലങ്ങളായി, നമ്മളെയൊക്കെ അയാൾ വിട്ടു, വേറെ ഷോപ്പിലേക്ക് അയാൾ നോക്കിപ്പോയി കാണും, വേറൊരു പുതിയ ബ്രാൻഡ് വന്നു, എന്നാൽ ആ ബ്രാൻഡ് അങ്ങെടുത്ത് വച്ച് വിൽക്കാം എന്നൊരു ചിന്ത അവിടെ വരും. നിങ്ങൾ സ്ഥിരം അവിടെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പാവം, എത്ര വൈകിയാലും ഊണ് കഴിക്കുന്ന സമയത്താണെങ്കിലും ഊണ് കഴിച്ച ശേഷമാണെങ്കിലും അവൻ ഓടി ഇവിടെ വന്ന് ഒരു പുഞ്ചിരി നൽകി, എനിക്കൊരു ഷേക്ക് ഹാൻഡ് നൽകി, ഓർഡർ ഉണ്ടോ സാർ, അല്ലെങ്കിൽ ഓർഡർ ഉണ്ടോ ചേട്ടാ, അല്ലെങ്കിൽ ഓർഡർ ഉണ്ടോ ഇക്ക എന്നൊക്കെ ചോദിക്കുന്ന ഒരു പയ്യനാണ്. അപ്പോൾ എല്ലാവരും മനുഷ്യർ തന്നെയാണ്. ഒരാളുടെ ഫേസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, അയാളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അയാൾ തന്നെയാണ് ഞാൻ. അത് ഒരു കസ്റ്റമർ ആയാലും ഒരു ഡീലർ ആയാലും ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയാലും ആർക്കും തോന്നണമെങ്കിൽ ഷോപ്പിൽ വിസിറ്റ് ചെയ്യണം, ഇതുപോലെ വന്ന ശേഷം ഒരു സ്മൈൽ കൊടുക്കണം, ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കണം, ഒരു പുഞ്ചിരി സമ്മാനിക്കണം. ശരിക്കും അതിലൂടെയാണ് ബിസിനസ് റീടെൻഷനും ഗ്രോത്തും ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിസിറ്റിംഗ് മസ്റ്റായിരിക്കണം. ഒരാഴ്ച പോലും ഒരു റീറ്റെയിൽ ഷോപ്പിൽ വിസിറ്റ് ചെയ്യാതിരിക്കരുത്. വേറെ ബ്രാൻഡ് കയറുന്നത് തടയാൻ സഹായിക്കും. വേറൊരു അതർ പ്രോഡക്റ്റിലേക്ക് അയാൾക്ക് പോകാനുള്ള ഒരു ഓപ്പണിംഗ് ഒഴിവാക്കാൻ സാധിക്കും. എന്തൊക്കെയായാലും ആ പയ്യൻ കൃത്യമായിട്ട് ഇവിടെ വരുന്നതാണ് ഓർഡർ ചോദിച്ച്, നിങ്ങളിപ്പോൾ തൽക്കാലം ഇത് വെയിറ്റ് ചെയ്യൂ, ഇപ്പോൾ ഞാൻ എടുക്കുന്നില്ല എന്ന്. ഇത് ഒരു നല്ല പ്രൈസിങ്ങിൽ ഒരു പ്രോഡക്റ്റ് അയാളുടെ മുമ്പിലേക്ക് റീറ്റെയിൽ ഷോപ്പിൻ്റെ മുന്നിലേക്ക് വന്നാലും അയാൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കും. അതുകൊണ്ട് റെഗുലർ വിസിറ്റ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിൽ ഷോപ്പിൽ നടത്തിയിരിക്കണം. അതുപോലെ തന്നെ മാക്സിമം ഓർഡറുകൾ അയാൾ ആ ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും എല്ലാ ഷോപ്പുകളിലും കയറ്റി വയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം. വേറെ ബ്രാൻഡ് എടുക്കുകയാണെങ്കിൽ പോലും ഒരു 5 പീസെങ്കിലും ഒന്ന് എടുത്തു വയ്ക്കൂ സാർ, ഒരു 2 പീസെങ്കിലും എടുത്തു വയ്ക്കൂ. ഈ ഷോപ്പിൽ ഞങ്ങളെന്ന ഡിസ്ട്രിബ്യൂട്ടറുടെ പ്രോഡക്റ്റ് ഇരിക്കുന്നത് ഞങ്ങൾക്കൊരു അഭിമാനമാണ്, ഞങ്ങൾക്കത് ഇഷ്ടമാണ്, ഒരു 5 പീസ് എടുത്തു വയ്ക്കൂ, ആളുകൾ കാണട്ടെ എന്നൊക്കെ പറയുമ്പോൾ
തൻ്റെ റീറ്റെയിൽ ഷോപ്പിൽ ഒരു 5 പീസ് പ്രോഡക്റ്റ് വയ്ക്കുന്നത് അവന് അഭിമാനമാണെങ്കിൽ, അവന് ഇഷ്ടമാണെങ്കിൽ അവൻ്റെ ഇഷ്ടം അങ്ങ് സാധിച്ചു കൊടുത്തേക്കാം, ഇരിക്കട്ടെ. അപ്പോൾ അത് വിറ്റ് പോകാനുള്ള ഒരു പോസിബിലിറ്റി കൂടുകയും ആ ഷോപ്പിലേക്ക് വരുന്ന കൺസ്യൂമർ അത് വാങ്ങിക്കുകയും ചെയ്താൽ നെക്സ്റ്റ് ടൈമിൽ ഉറപ്പായിട്ടും വീണ്ടും അയാൾ അത് പർച്ചേസ് ചെയ്യും. അയാളുടെ പർച്ചേസിങ് പവർ കൂടി. റീറ്റെയിലറുടെ പർച്ചേസിങ് പവർ കൂടാൻ കാരണം എന്താണ്? ആ പ്രോഡക്റ്റ് വിറ്റുപോയിരിക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും റീവിസിറ്റ് നടത്തണം. പ്രോഡക്റ്റുകൾ തീരുന്നതനുസരിച്ച് ഫില്ല് ചെയ്യാൻ ആർക്ക് കഴിയണം? ആ എക്സിക്യൂട്ടീവിന്, ആ ഡിസ്ട്രിബ്യൂട്ടറുടെ എക്സിക്യൂട്ടീവിന്, അല്ലെങ്കിൽ ആ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടർക്ക് സാധിച്ചിരിക്കണം. അങ്ങനെ സാധിക്കാതെ വരുമ്പോൾ, അങ്ങനെ സാധിക്കാതെ എപ്പോഴാണ് വരുന്നത്? ഈ കോൾ ചെയ്യും, ഹലോ ഓർഡർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ എല്ലാ പോസിബിലിറ്റി അവിടെ നഷ്ടപ്പെടും. അതുകൊണ്ട് റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യണം. ശരിക്കും ഒരു ഇൻട്രാക്ഷൻ വരുമ്പോൾ കസ്റ്റമറായിട്ടുള്ള ആ ഡീലറായിട്ടുള്ള ആ ഡീലർക്ക് പറയാനുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കുകയും സംസാരിക്കുകയും ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കാണുമ്പോൾ അയാളുടെ മനസ്സ് റിലാക്സ് ആവും. അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങൾ മനസ്സിൽ കാത്തു സൂക്ഷിച്ച് അത് വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓർഡർ ചോദിച്ചാൽ കിട്ടില്ല. അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ഓപ്പണായിട്ട് പറയുമ്പോൾ നിങ്ങൾ വളരെ ഓപ്പണായിട്ട് അവിടെ ഇരുന്ന് കൊടുക്കുക, കേൾക്കുക എന്നുള്ള ഒരു ക്വാളിറ്റി അതുണ്ടാവണം. ലിസണിങ് കപ്പാസിറ്റി ഉണ്ടാകണം. 2 പേർക്കും, ഒരു എക്സിക്യൂട്ടീവിനും ഉണ്ടാവേണ്ട 2 ക്വാളിറ്റികളാണ് ലിസണിങ് കപ്പാസിറ്റി. അവർ പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുക. ആ റീറ്റെയിൽ ഷോപ്പിൻ്റെ പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും അതിന് പരിഹാരം കാണുന്നതിന് അയാൾ പറയുന്നത് പൂർണ്ണമായിട്ടും കേട്ട ശേഷം മറുപടി കൊടുക്കുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു കസ്റ്റമർ, ഒരു റീറ്റെയിലർ റെഗുലറായിട്ട് പേയ്മെൻറ്റ് ഡീഫാൾട്ട് വരുത്തിക്കൊണ്ടിരിക്കുന്നു. അയാൾ പൈസ തരാനുള്ള യാതൊരു ലക്ഷണവും നിങ്ങൾ കാണുന്നില്ല. ഡീഫാൾട്ട് വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. പിന്നീട് ഓർഡർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളൊരു പോക്ക് ഒരിക്കലും ശുഭമായിരിക്കില്ല. അത് നിർത്തിക്കളയാൻ നിങ്ങൾക്ക് കഴിയണം. എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഇന്ത്യൻ പോളിസി പറയുമ്പോൾ എങ്ങനെ അത് നിർത്തിക്കളയാൻ സാധിക്കും? വളരെ ഓപ്പണായിട്ട് നമുക്ക് പറയാം. ഇതിൽ കൂടുതൽ ഔട്ട്സ്റ്റാൻഡിങ് കൂടുന്നു, പേയ്മെൻറ്റ് നമുക്ക് ഡീഫാൾട്ട് വരുത്തിയാൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് തുറന്ന മനസ്സോടെ പറയാൻ പറ്റണം. അതിനുശേഷം പേയ്മെൻറ്റ് പിന്നെയും ഡീഫാൾട്ട് വരുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ സാവധാനം, അത് ആ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എങ്ങനെയാണ് നമ്മൾ വളരെ സാവധാനം നമ്മുടെ നാസികയിലൂടെ വലിച്ച് ശ്വാസകോശത്തിലേക്ക് വിട്ട് അവിടെ വളരെയധികം ഒരു എനർജി ഉണ്ടാക്കുന്നത്, അതേ എനർജിയിൽ മാത്രമേ ഒരു ഷോപ്പിൽ നിന്നും വൈൻഡപ്പ് ചെയ്യാൻ പാടുള്ളൂ. അവരായിട്ട് പ്രശ്നമുണ്ടാക്കിയോ വഴക്കുണ്ടാക്കിയോ ചെയ്യാതെ സാവധാനം സൗമ്യതയോടെ ആ ഷോപ്പുമായിട്ടുള്ള ബിസിനസ് ക്ലോസ് ചെയ്യാനും സാധിക്കണം. എങ്ങനെ ഒരു സൗമ്യതയോടെ ഒരു റീറ്റെയിൽ ഷോപ്പ് നിങ്ങൾക്ക് ഡീഫാൾട്ട് വരുത്തുകയാണെങ്കിൽ പേയ്മെൻറ്റ് വളരെ സൗമ്യതയോടെ വാങ്ങിച്ചെടുത്ത്, സൗമ്യതയോടെ എന്ന് പറയുമ്പോൾ അവർക്ക് ഓർഡർ കൊടുക്കുന്ന സംവിധാനത്തിൽ കുറവ് വരുത്തിക്കൊണ്ടും, എത്രമാത്രം ഓർഡർ തരുന്നു, എത്രമാത്രം നിങ്ങൾ ബില്ല് ചെയ്യുന്നു, എത്രമാത്രം പേയ്മെൻറ്റ് അവർ തരാനുണ്ട്, പേയ്മെൻറ്റ് തരുന്നതിനേക്കാൾ കൂടുതൽ ഒരു കാരണവശാലും ഓർഡർ ബില്ല് ചെയ്ത് കൊടുക്കരുത്. ഡീഫാൾട്ട് നിരന്തരം വരുത്തുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ, ഡീഫാൾട്ട് വരുത്തിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, അവർ 50,000 രൂപയുടെ ഓർഡർ തരികയാണെങ്കിൽ ഒരു കാരണവശാലും 50,000 രൂപയുടെ ഓർഡർ അയക്കരുത്. അതിനൊരു 15,000 രൂപയോ കൂടുതൽ ഓർഡർ അയക്കാതെ ആ പേയ്മെൻറ്റ് വാങ്ങിച്ചെടുത്ത് കൊടുക്കുന്ന ഓർഡറിൻ്റെ പേയ്മെൻറ്റ് വളരെ ഡിലേ വരുത്താതെ തന്നെ അത് തിരിച്ച് നമുക്ക് എടുക്കാനും കൂടി സാധിക്കണം. ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന വ്യക്തി ആ ഏരിയയോ ആ ഡിസ്ട്രിക്റ്റോ മാനേജ് ചെയ്യാനുള്ള, കമാൻഡിങ് പവറോടെ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവും ഒരു ക്വാളിറ്റിയും ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ക്വാളിറ്റിയും കഴിവും ഉള്ള ഒരു എക്സിക്യൂട്ടീവിന് മാത്രമാണ് ഇങ്ങനെയുള്ള സിസ്റ്റമൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
അത് വളരെ നിരന്തരമായ എക്സ്പീരിയൻസിലൂടെ, ഫീൽഡ് വർക്കിലൂടെ അയാൾ സ്വയം സ്വായത്തമാക്കുന്നതാണ്. എല്ലാവരും പഠിച്ചിട്ടല്ല വരുന്നത്. എക്സ്പീരിയൻസ് ഇസ് ദ മാസ്റ്റർ. അനുഭവമാണ് ഗുരു. ഓരോ ഭാഗത്തു നിന്നും, ഓരോ ഏരിയയിൽ നിന്നും നമുക്ക് കിട്ടുന്ന അനുഭവത്തിലൂടെ നമ്മൾ കൂടുതൽ ലൈഫിൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങളെക്കുറിച്ചിട്ടും എങ്ങനെ പേയ്മെൻറ്റ് സിസ്റ്റം കുറച്ചുകൂടി സുതാര്യമായി വാങ്ങിയെടുക്കാം എന്ന സിസ്റ്റത്തെക്കുറിച്ചൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിലൂടെ നമുക്ക് കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. ഓൾ ദ ബെസ്റ്റ്.